മാളികപ്പുറം എന്ന് പറയുന്ന വലിയൊരു ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അഭിലാഷ് പിള്ളയും അതുപോലെ തന്നെ വിഷ്ണു ശശി ശങ്കർ ആണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ അതേ ടീം, മാളികപ്പുറത്തിൻ്റെ അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സുമതി വളവ്. സുമതി വളവ് എന്ന് പറയുന്നൊരു വളവ് ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. ഇനി നമ്മുടെ നാട്ടിലുള്ള അതേ കഥ തന്നെയാണോ, ഞങ്ങൾ പറഞ്ഞു നടക്കുന്നൊരു കഥ തന്നെയാണോ ഇതിനകത്തും പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അർജുൻ അശോകന്, അതുപോലെ തന്നെ മാളവിക മനോജ്, പിന്നെ നമ്മുടെ ആ കുട്ടിയുണ്ട് ദേവനന്ദയൊക്കെ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. സോ ലെറ്റ്സ് സീ. നമുക്ക് ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നലെ മറ്റൊരു ടീസറിൻ്റെ റിയാക്ഷൻ ഇട്ടിരുന്നു. സൂര്യ നായകനായിട്ടുള്ള സിനിമയുടെ പേര് മറന്നുവല്ലോ, അയ്യോ, കറുപ്പ് സിനിമയുടെ. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്. അതിലിപ്പോൾ വന്ന് കുറേ പേര് എന്നെ തെറി പറയുന്നുണ്ട്, നിനക്കത് ഇഷ്ടപ്പെട്ടു, നീ ഒരു വിജയ് ഫാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. വിജയുടെ മോശം സിനിമകൾ കണ്ടിട്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാനിതല്ല സൂര്യയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കാരണം സൂര്യ ഒരുപാട് നല്ല സിനിമകൾ ബ്ലോക്ക് ചെയ്ത് വേണ്ടെന്നും വെച്ച് പുള്ളി എടുക്കുന്ന സ്ക്രിപ്റ്റുകൾ നന്നാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. പുള്ളിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇതുപോലത്തുള്ളതല്ല. ഇതുപോലെ ചെയ്യാൻ ഒരുപാട് ആക്ടേഴ്സ് അവിടെ ഉണ്ട്. സോ പുള്ളി ഒരു കാലിബറുള്ളൊരു നടനാണ്, നടിപ്പിൻ നായകൻ എന്നൊരു വിളിപ്പേരോടുകൂടി ഉള്ള ഒരാളാണ്. സോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതുപോലത്തുള്ള കാര്യമല്ല. പുള്ളി ഇപ്പം സെലക്ട് ചെയ്യുന്നതും പുള്ളിയുടെ സെലക്ഷനും വളരെ മോശമാണ്. പുള്ളി ഇപ്പോൾ റെട്രോ പോലത്തെ ഒരു സിനിമ സെലക്ട് ചെയ്തത് നമ്മുടെ കാർത്തിക് സുബ്രാജിനെ പോലൊരു മികച്ച ഡയറക്ടറെ നോക്കിയിട്ടാവാം. ബട്ട് അവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സ്ക്രിപ്റ്റും കൂടി വിലയിരുത്തി ചെയ്തിരുന്നെങ്കിൽ അത് ഒരു പടിയും കൂടി മുമ്പോട്ട് പോയേനെ. പുള്ളി നന്നായിട്ട് അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ബട്ട് ഔട്ട് വരുമ്പോഴേക്കും പടം മോശമാണ്. സോ അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട്. ബട്ട് പുള്ളിയുടെ ഒരു സാധനമുണ്ട്, അത് വേണം. അല്ലാതെ ഇനി അത് വിട്ടായിരുന്നു. നമുക്ക് എന്തായാലും സുമതി വളവിനെ പറ്റി സംസാരിക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ. അയ്യോ എവിടെ സൗണ്ടില്ല. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ അറബിയിൽ സബ്ടൈറ്റിലാ. മാളവിക മനോജ്, അർജുൻ അശോകൻ. നല്ല ആഗ്രഹമാണല്ലോ, പക്ഷെ നടക്കില്ല. ചാരായം ഇതിനൊക്കെ കാരണം അവളാ സുമതി. ബാലു വർഗീസ്. ചത്ത സുമതിയെ വിളിച്ചു നിർത്തി നമ്മളൊന്നുകൂടി കൊല്ലും. ഓ പിള്ളേരെല്ലാം പഴയ പിള്ളേർ തന്നെ ഉണ്ട്. ഷൈജു കുറുപ്പ്, സുമതി വളവ്. കമ്മിങ് സൂൺ. നൈസ്. എനിക്കിഷ്ടപ്പെട്ടു, സത്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഹൊറർ ടച്ചിലുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ വളരെ കുറവാണ് വരാറ്. സോ ടിപ്പിക്കൽ ഒരു ഹൊറർ പടമല്ലാതെ കുറച്ച് നമ്മളെ ത്രില്ലടിപ്പിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. സോ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും മാളികപ്പുറം കൊടുത്തൊരു ഹിറ്റെന്ന് പറയുന്നത് ചെറിയൊരു ഹിറ്റല്ലായിരുന്നു. എത്ര പേരാ പോയി കണ്ടതെന്ന് ഒരു കൈയും കണക്കുമില്ല. കാരണം ഒരു വീടുകളിൽ നിന്ന് പോയി കാണാൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറി. അതൊരു ഭക്തി എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ കൂടി അല്ലാത്തൊരാൾക്ക് കണ്ടപ്പോഴും ആ സിനിമ വർക്കൗട്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം. അതേ മാജിക്ക് ഇവിടെ ഉണ്ടായി. ഈ പടവും എല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുമതി വളവ് ഞങ്ങളുടെ നാട്ടിലൊരു വളവുണ്ട്. അവിടെ ആ ഒരു വളവിൽ പണ്ടെപ്പോഴും ഒരു ഡെഡ് ബോഡി വന്നിരുന്നു. ആ മരിച്ച സ്ത്രീയുടെ പേര് സുമതി എന്നായിരുന്നു. സോ അതിൽ പിന്നെ ഞങ്ങളിട്ടൊരു പേരായിരുന്നു അത്. സുമതി വളവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിടുമായിരുന്നു. അല്ലാതെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് അവിടെ പുള്ളിക്കാരത്തി മരിച്ചതുകൊണ്ട് അതിൻ്റെ കേസ് അന്വേഷണമൊക്കെ എന്തായെന്ന് നമുക്കറിയില്ല. സോ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഉണ്ടായ സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടൊരു പേരാണ്. മേ ബി അതുപോലൊക്കെ ഉള്ളൊരു സംഭവമായിരിക്കും ഇതിൻ്റെ അകത്തും. ബട്ട്
ഇതിനകത്ത് കുറച്ചും കൂടി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എലമെൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ത്രില്ലിംഗ് ആക്കി കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പഴയ കാസ്റ്റ് ആൻഡ് ക്രൂവും കാര്യങ്ങളെല്ലാവരും അതേപടി ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന അർജുൻ അശോകൻ, ബാലു വർഗീസ് അവരൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്, മാളവിക മനോജൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായി മാറട്ടെ, തിയേറ്ററുകളിൽ ആളെ വീണ്ടും കയറ്റി ചിരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്ത് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.